അസ്സലാമു അലൈക്കും. വെൽക്കം ടു ബേബി അഹമ്മദ് വ്ലോഗ്സ്. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് പുറത്തു പോകാൻ നിൽക്കുകയാണ്. ഒരു ഫാമിലി മീറ്റ് ഉണ്ട്, അതിന് പോകാൻ നിൽക്കുകയാണ്. 3 പേരും റെഡിയായി ഇറങ്ങി. ഞാൻ അവരെ കാറിൽ കൊണ്ട് കയറ്റാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. കാരണം നമ്മുടെ വീട് റോഡ് സൈഡിലാണ്, അതുകൊണ്ട് തന്നെ റോഡിൽ നല്ല വണ്ടി കാണും. അപ്പം ഗേറ്റ് തുറന്നിട്ട് കഴിഞ്ഞാൽ ഇളയാൾ നല്ല കുസൃതിയാണ്, ചാടി ഇറങ്ങും, വണ്ടി തട്ടും. അതിൻ്റെയൊക്കെ പേടിച്ചിട്ട് ഞാൻ എപ്പോഴും ഗേറ്റ് ക്ലോസ് ചെയ്തിടാറാണ് പതിവ്. ഇപ്പം ഞാനുള്ളത് കൊണ്ട് ഗേറ്റ് തുറന്ന് വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് അവരോട് നിൽക്കുന്നത്. അല്ലെങ്കിൽ അകത്ത് നിർത്താറേ ഉള്ളൂ, ഞാൻ വെളിയിലോട്ട് ഇറക്കാറില്ല. അതിപ്പോൾ കാറിൽ കയറിയിട്ടുണ്ട്. 3 പേരും കാറിൽ കയറി. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടുകൊണ്ട് മോന് ഹായ് ഒക്കെ പറയുന്നുണ്ട്. നമ്മുടെ വീടിനടുത്ത് തന്നെയാണ് ഉമ്മയുടെ വീടും. ഉമ്മയെ നമ്മൾ പോണ വഴി പിക്ക് ചെയ്ത് കൊണ്ടുപോകും. എവിടെയാണ് പോണേന്ന് പറഞ്ഞില്ല. ഉമ്മയുടെ ഫാമിലി മീറ്റാണ്. ഈദ് പ്രമാണിച്ച് എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. ചെറിയ പെരുന്നാളിനും വലിയ പെരുന്നാളിനും നമ്മൾ മീറ്റപ്പ് വെക്കാറുണ്ട്. അങ്ങനെ പോവുകയാണ്. യാത്ര തിരിച്ചിട്ടുണ്ട് വീട്ടിൽ നിന്ന്. ഉമ്മയെ പിക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ പൊക്കോണ്ടിരിക്കുകയാണ്. എന്നെ ബാക്കിലിരുന്ന് കുസൃതി കാണിക്കുന്നുണ്ട് ഇളയാൾ നന്നായിട്ട്. സാധാരണഗതിയിൽ നമ്മളൊരു അരമണിക്കൂറൊക്കെ കൊണ്ട് എത്തേണ്ടതാണ്. പക്ഷേ ഇപ്പം നമ്മുടെ ഒരു 6 വരി പാതയെന്നും പറഞ്ഞിട്ട് റോഡ് മൊത്തം കുണ്ടും കുഴിയും പൊളിച്ച് വളരെ ശോചനീയാവസ്ഥയാണ് റോഡ്. അതുകൊണ്ട് തന്നെ നമ്മൾ 1 മണിക്കൂർ 1.25 മണിക്കൂറൊക്കെ എടുക്കും എത്താൻ. അപ്പം ഓൾറെഡി നമ്മൾ ലേറ്റാണ്. 1 മണിക്കൂർ എടുക്കുമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ 1 മണിക്കാണ് വന്നത്. ഇതാ നമ്മുടെ KMML കാണുന്നത്, ചവറ KMML. 1 മണിക്ക് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഹസ്ബൻഡ് വന്നപ്പോൾ താമസിച്ച്, പിന്നെ പുള്ളിക്കാരൻ ഫ്രഷായൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്ക് 1 മണിയായി. ഇനിയിപ്പം 1:45 2 മണിയാവും നമ്മളവിടെ എത്താൻ. കണ്ടില്ലേ, റോഡ് മൊത്തം ചീത്തയായി കിടക്കുവാണ്. ഭയങ്കര മോശാവസ്ഥയാണ്. ആദ്യമായിട്ട് ഞാൻ ഒരു വോയിസ് ഓവർ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അപ്പം ഒരുപാട് പ്രോബ്ലംസൊക്കെ കാണും. എല്ലാവരും കണ്ടിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് നമുക്കത് ക്ലിയർ ചെയ്യാം. നമ്മൾ ഒരു പമ്പിൽ കയറി പെട്രോൾ അടിക്കാനായിട്ട് കുറേ നേരം അവിടെയും സ്പെൻഡായി. പെട്രോൾ അടിച്ചിട്ട് നൈട്രജൻ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ചെന്നപ്പോഴത്തേക്കും ഏകദേശം 10 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്ത്. അയാൾ ഫുഡ് കഴിക്കാൻ പോയെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത്. മോനാണെങ്കിൽ നമ്മൾ എവിടെ പോകാൻ ഇറങ്ങിയാലും ചോക്ലേറ്റ് സ്നാക്സൊക്കെ ചോദിക്കും. അപ്പം ഇപ്പോഴും ഓൾറെഡി ഉച്ചയ്ക്ക് നല്ല വിശക്കുന്ന സമയമാണ്. പിള്ളേർക്ക് നല്ല വിശപ്പായിട്ടുണ്ട്. അയാൾ ചോക്ലേറ്റും സ്നാക്സും ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. ഞാനന്നേരം പറഞ്ഞ് എങ്ങനെയെങ്കിലും ഒന്ന് ഇരുത്താൻ നോക്കുന്നുണ്ട്. കാരണം നമ്മൾ ആ നൈട്രജൻ ഫില്ല് ചെയ്യുന്നിടത്ത് കുറേ നേരം വെയിറ്റ് ചെയ്ത്. അപ്പോൾ അതിനടുത്ത് തന്നെ ചെറിയൊരു ബേക്കറി ഉള്ളതുകൊണ്ട് അത് കണ്ടിട്ട് ആൾ നിർബന്ധം കാണിച്ചുകൊണ്ടിരിക്കുക. കുറേ നേരം കഴിഞ്ഞിട്ട് കാണാൻ നമ്മൾ അവിടുന്ന് വണ്ടി എടുത്ത് വിട്ടു. കുറേ വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും ട്രാഫിക്ക്. ഇതാ കണ്ടില്ലേ, റോഡ് മൊത്തം പൊളിച്ചിട്ട് മഴവെള്ളം വീണ് ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കറുത്ത ഷീറ്റൊക്കെ ഇട്ട് മൂടിയിട്ടേക്കാണ്. ഇത് നമ്മൾ കല്ലുംതാഴം എത്തിയിട്ടുണ്ട്. ഓൾറെഡി താമസിച്ചായിരുന്നു. 1 മണിക്ക് നമ്മളവിടെ നിന്ന് ഇറങ്ങിയത്. ഇപ്പോൾ ഏകദേശം 2 മണിയാവാൻ പോണ്. കല്ലുംതാഴം പാലമാണ്, നമ്മുടെ കൊല്ലം കരിക്കോട് കണക്ട് ചെയ്യുന്ന പാലമാണ്. ഇത് വന്നു കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ട്രാഫിക്കാണ് സാധാരണ ഇവിടെയൊക്കെ. ഇത് വന്നു കഴിയുമ്പോഴത്തേക്കും കുറേ ട്രാഫിക്കൊക്കെ മാറുമായിരിക്കും. അപ്പം നമ്മൾ എത്തിയിട്ടുണ്ട്. ഒരു സിസ്റ്റർ വീട്ടിലാണെന്ന്. എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ ലേറ്റ് ആയതുകൊണ്ട് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് വിശ്രമിക്കുക. ഇത് സിസ്റ്റർ ഹസ്ബൻഡാണ്. എല്ലാവരും അവിടെ ഉണ്ട്. എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കസിൻ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡാണ്. എല്ലാവരും ഉണ്ട്. കണ്ടില്ലേ, ആർക്കും വീഡിയോ കാണിക്കുന്നതിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് എല്ലാവരും മാറി മാറി പൊയ്ക്കൊണ്ടിരിക്കുക. പിള്ളേർ സെക്ഷൻ കഴിക്കുന്നു. വന്ന ഉടനെ മോനും കഴിക്കാനിരുന്നിട്ടുണ്ട്. എല്ലാവരും വിശന്ന് വന്നേ, മക്കളെല്ലാം വിശന്നിരുന്നുകൊണ്ട് കഴിക്കാനിരുന്നു. നല്ല മട്ടൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ഐസ്ക്രീമും പായസവും ഒക്കെ ഉണ്ടായിരുന്നു. ഇതെൻ്റെ കസിൻ സിസ്റ്റേഴ്സാണ്. എല്ലാവരും ക്ഷീണം കാരണം ഫുഡൊക്കെ കഴിഞ്ഞ് കിടക്കുവാണ്. ഇത്രയൊക്കെ ഉള്ളൂ. രാത്രി 10 മണിയായി നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയപ്പം. അവിടെ ഒരു ദിവസം ഞങ്ങൾ അടിച്ചു പൊളിച്ച് വീട്ടിലെത്തി. 10 മണിയായി. പിന്നെ ഇനിയിപ്പോൾ നാളെ രാവിലെ റൊട്ടീൻ വർക്ക്, പിള്ളേരെ സ്കൂളിൽ വേണം, അതിൻ്റേതായ ടെൻഷനുണ്ട്.
പിന്നെന്താണ്, അപ്പം എൻ്റെ വീഡിയോസിന് എന്തെങ്കിലുമൊക്കെ പോരായ്മ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ. കണ്ടില്ല, എല്ലാവരും പല ഭാഗത്തായിട്ട് നിന്ന് ഫുഡൊക്കെ കഴിഞ്ഞിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കൂടുതൽ എല്ലാവരെയും ഞാൻ എടുത്തില്ല, കാരണം എല്ലാവർക്കും താല്പര്യമില്ല ഫേസ് കാണിക്കാനായിട്ട്. എല്ലാവരും ഭയങ്കര ചമ്മലിലാണ്, അതുകൊണ്ട് കാണിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.